ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഇതെന്താ ഇത്രയും ഉരുളക്കിഴങ്ങൊക്കെ ആയിട്ടെന്ന്? വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മളിന്ന് ഉണ്ടാക്കുന്നതില്ലേ ഹോം മെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലില്ലേ, നമ്മളെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണെന്നല്ലേ ഇത്. ഓരെ കൂട്ടിയിട്ട് ഏത് കഫേയിൽ പോയാലും ഫസ്റ്റ് ഒരു ചോദിക്കുന്നതായിരിക്കും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടോയെന്ന്. അപ്പോൾ പിന്നെ അത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ടൈമിൽ എന്തിനാണ് നമ്മളെപ്പോഴും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്? അപ്പോൾ ഇന്നിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിത് ഇവിടെ 1.5 കിലോ അളവിൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. ഇനി ഒരു 2-3 എണ്ണം വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതും കട്ട് ചെയ്ത് മാറ്റണമെന്നൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ നീളത്തിലൊന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പം കുറച്ച് വലിയ നീളമുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇപ്പം ഞാൻ കുറേയൊക്കെ അങ്ങനെയുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല, കിട്ടുന്നതൊക്കെ ഞാൻ അങ്ങനെയുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് തിക്നെസ്സിൽ ചെയ്യരുത്, അങ്ങനെ ആകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. കുറച്ച് തിന്നായിട്ട് എന്നാൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഒരേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. ഞാനില്ലേ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതുണ്ടാക്കാനായിട്ട് ഭയങ്കര പണിയേനോന്നാണ്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴാണ് മനസ്സിലായി ഇത്രയും സിമ്പിളേനെങ്കിൽ എന്തിനീ ഇത്രയും കാലം പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചതെന്ന്. അത്രയ്ക്ക് അടിപൊളിയായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് ഇത് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പം ഒത്തിരി ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ്, കുറച്ചാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു വലിയ ബൗളിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ടൊരു അരമണിക്കൂർ നേരം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ആ ഒരു സ്റ്റാർച്ചില്ലേ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലുള്ള ഒരു കറയൊക്കെ ഇളകി പോയിക്കോളും. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ പിന്നെ ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന ടൈമിൽ ആ ഒരു ഉരുളക്കിഴങ്ങ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 4 മിനിറ്റ് നേരം ഒന്ന് കുക്കാക്കി എടുക്കുക. ഒരുപാട് നേരം വേണ്ട, 4 മിനിറ്റ് നേരം മാത്രം വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് 4-5 മിനിറ്റ് അതിൽ കൂടരുത്, ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. എന്നാൽ ഉടനെ കോരി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തുനിന്ന് മാറാണ്ടൊന്ന് ചെയ്യാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോഴേക്കും ടൈം ഒരുപാടായി പോകും. പിന്നെ ഉരുളക്കിഴങ്ങ് ഇതിൽ കിടന്ന് വെന്ത് പോകും. അങ്ങനെ ആവണ്ട കേട്ടോ. ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് ഒരു 4 മിനിറ്റ് ആവുന്ന ടൈമിൽ കോരി മാറ്റി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് തിളച്ച് തുടങ്ങണ അത്രേ, ബാക്കിയൊക്കെ ഇടുമ്പോഴേക്കും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിന് അങ്ങനെ 3-4 മിനിറ്റൊക്കെ ആയിട്ട് ബാക്കി ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുന്നില്ല, ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. എന്നാൽ ഉൾഭാഗം ഒന്ന് കുക്കായിട്ടോ ഒന്നുമില്ല കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. ഒരുപാട് സോഫ്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്ഷനിൽ കിട്ടില്ല. അപ്പം ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഇതേപോലെ തന്നെ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പുക പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കൊരു കോട്ടൺ ക്ലോത്തോ ടിഷ്യോ വെച്ചിട്ട് അതിൽ വെള്ളം നല്ലതായിട്ട് തന്നെ ഒന്ന് തുടച്ച് കൊടുക്കാം. നല്ല പോലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റി കൊടുക്കുക. ഇതിൽ ഒട്ടും തന്നെ നനവുണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലൊരു ടവലെടുത്തിട്ട് അതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് ഒപ്പി മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഓയിലിടുന്ന സമയത്ത് വെള്ളത്തിൻ്റെ നനവുണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓയിൽ പൊട്ടിത്തെറിച്ച് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാട്ടെ. നമ്മളെ മേത്തൊക്കെ ചെറുതായിട്ടൊന്ന് തെറിച്ച് പോകില്ലേ, അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം കേട്ടോ. അപ്പം ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന ടൈമിൽ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
എന്നാൽ ഒരുപാട് ഓയിലെടുത്തിട്ട് ഞാൻ വേസ്റ്റാക്കി കളയുന്നില്ല കേട്ടോ. എനിക്ക് എത്രയാണോ വേണ്ടത് അതുപോലെ എടുക്കുക. ഇതൊന്ന് മുങ്ങിക്കിടന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓയിൽ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ 1 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൽ കൂടുതൽ നേരം വെക്കരുത്, 1 മിനിറ്റ് തന്നെ വെക്കുക. ജസ്റ്റ് ഒന്ന് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ കോരി മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതിവിടെ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ട്രേയിലേക്ക് ടിഷ്യൂ പേപ്പർ വിരിച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ ഇതിട്ട് കൊടുക്കുന്നത്. ഒരു ഓയിലൊക്കെ ഫുള്ളായിട്ടൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. ഇതേ രീതിയിൽ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പം ഒത്തിരി ക്വാണ്ടിറ്റിയിൽ എടുത്തുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കിലോ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടോ അല്ലെങ്കിൽ 2-3 ഉരുളക്കിഴങ്ങില്ല നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന സമയത്ത് 1-2 ഒക്കെ മാറ്റി വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം മക്കൾക്ക്. ഫസ്റ്റ് ടൈമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്ത് നോക്കിയിട്ട് പിന്നെ ചെയ്യാം കേട്ടോ. എങ്ങനെയായാലും ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ കഫേന്നൊക്കെ വാങ്ങുന്നത് അതേപോലെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം ബാക്കി കൂടി ഇങ്ങനെ ഓയിലിട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് കോരി മാറ്റുന്നുണ്ട്. ഒരുപാട് നേരം വെച്ച് കൊടുക്കരുത്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കി കൂടി അതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പാടായതുകൊണ്ട് തന്നെ അതിൽ പെട്ടെന്ന് ഉപ്പ് പിടിച്ചോളും. പിന്നെ ഒരുപാട് ഇത് മുരിഞ്ഞ് വന്നിട്ടൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് കുക്കായി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് ഉപ്പൊന്ന് അവിടെ ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടതിൽ കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുക, മസ്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കോൺഫ്ലവർ പൊടിയും ഇതേപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് പണിയാന്നേ ഉള്ളൂ. കുറച്ച് നേരം നമ്മളൊന്ന് മെനക്കെടാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളെപ്പോഴും സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പം എപ്പോഴും അല്ല, വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കില്ലേ. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഹെൽത്തി ഒന്നുമല്ല, പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിശ്വാസത്തോടു കൂടി നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ കോൺഫ്ലവർ പൊടി കൂടി ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കരുത്, ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് നോക്കുന്ന സമയത്തിൽ ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങ് കുക്കായിട്ടില്ല, എന്നാൽ ഒരു പച്ചയല്ല, കുറച്ചുകൂടി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് കുക്കായിട്ടുണ്ടാവില്ല കേട്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക കേട്ടോ. എന്നിട്ട് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നേരമെങ്കിലും നിങ്ങൾ ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. നമുക്ക് ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ഇടയിൽ കേടായി പോകുന്നില്ല. ഇതിൽ വെള്ളം നനവൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഒരു അരമണിക്കൂർ നേരമെങ്കിലും വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതുപോലൊരു കണ്ടെയ്നറിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രീസറിലേക്ക് മാറ്റിയിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതിൽ ഒരു ഈവനിങ് ടൈമിലാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. ഇപ്പോൾ ഒരു നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ആ ഒരു ടൈമിലാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പം എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, ഓയിലാണ് കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് കിട്ടുക. പക്ഷെ നമ്മൾ ഹെൽത്തി നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എയർ ഫ്രയറിൽ എടുത്തതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഓയിൽ വെച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം കൂട്ടി കൊടുക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്
നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുക. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു കളറില്ലേ, ആ ഒരു കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ അതൊരു 20 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് നേരം, അത്രയാണ് കേട്ടോ ഇത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടൈം. അപ്പം ഞാനിതില്ലേ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ടും പിന്നെ ഹോം മെയ്ഡ് ഷവർമയ്ക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല. പിന്നെ ഷവർമേൻ്റെ റെസിപ്പി നെക്സ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ചെക്ക് ചെയ്ത് നോക്കാം. ലോഡഡ് ഫ്രൈസിൻ്റേത് ഞാൻ ഇതിൻ്റെ എൻഡിൽ കൊടുക്കാം. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് ആവുന്ന ടൈമിൽ നന്നായിട്ട് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു പ്രാവശ്യം ഞാനൊന്ന് തുറന്നു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ സൗണ്ട്സൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. എന്തായാലും നിങ്ങളൊന്ന് കേട്ട് നോക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാക്കിയും കൂടി ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലതെങ്കിൽ ഓയിൽ തന്നെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓയിലാണെങ്കിൽ ഓയിൽ, അല്ലെങ്കിൽ ഇതുപോലെ ആണെങ്കിൽ ഇതുപോലെ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ സൗണ്ട് ഒന്ന് നിങ്ങൾ കേട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാണ്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടിപൊളി റെസിപ്പീസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.